أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنما هي زجرة واحدة فإذا هم ينظرون. وقالوا يا ويلنا هذا يوم الدين، هذا يوم الفصل الذي كنتم به تكذبون. احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم. وقفوهم إنهم مسؤولون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1542 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സാഫാത്തിലെ 19 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنما هي زجرة واحدة فإذا هم ينظرون. وقالوا يا ويلنا هذا يوم الدين، هذا يوم الفصل الذي كنتم به تكذبون. احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم. وقفوهم إنهم مسؤولون. ما لكم لا تناصرون. صدق الله العلي العظيم. സൂറത്ത് സാഫാത്തിലെ 19 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ഞാൻ അടുത്ത ആയത്ത് കൂടി പാരായണം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ അവസാനത്തെ ആയത്ത് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അപ്പോ 19 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ്. 1-2 ദിവസങ്ങളുടെ ഒരു ചോദ്യോത്തരങ്ങൾക്കായിട്ടുള്ള ഒരു ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും സൂറത്ത് സോഫാത്തിന്റെ പഠനം പുനരാരംഭിക്കുകയാണ്. അപ്പൊ ഈ സൂറത്തിന്റെ തുടക്കം നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. വസ്സോഫാത്തി സഫ ഫസാജിറാത്തി സജ്റ ഫത്താലിയാത്തി ദിക്റ എന്നീ 3 ശപഥവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ 3 വിഭാഗങ്ങളായിട്ട് പരാമർശിക്കപ്പെടുന്ന മലക്കുകളെ പരാമർശിച്ചുകൊണ്ട്, അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഒരു സത്യപ്രസ്താവന നടത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരുവനാണ്, ഏകനായ അള്ളാഹു മാത്രമാണ്. റബ്ബുസ്സമാവാതി വൽ അർദി വമാ ബൈനഹുമ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനായ, അതുപോലെ ഉദയസ്ഥാനങ്ങളുടെ നാഥനായ റബ്ബുൽ മശാരിഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. പിന്നെ കീഴാകാശത്തെ അലങ്കരിച്ചു വെച്ച കാര്യവും അതിനെ എല്ലാവിധ അധികാരികളായ പിശാചുക്കളിൽ നിന്നും സുരക്ഷിതമാക്കിയതും, അവർക്ക് ഈ ഉപരിലോകത്തെ ഒത്തുചേരലുകൾ, മലക്കുകളുടെയൊക്കെ ഒത്തുചേരലുകളും അവരുടെ സംഭാഷണവും ഒന്നും കേൾക്കാൻ സാധിക്കുകയില്ല. അവരെ അകറ്റി നിർത്തുന്ന, ആട്ടി ഓടിക്കുന്ന ഒരു സംവിധാനം അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വല്ല തുരുമ്പും വല്ല അല്പം സംഗതികളൊക്കെ അതിൽ നിന്ന്, അവിടെ നടക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന്
കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അവരെ ശിഹാബുൻ സാഖിബ് പിന്തുടരും. എന്ന് പറഞ്ഞാൽ അവരെ തുരത്തി ഓടിക്കും. അതിനു വേണ്ട തീഗോളങ്ങൾ അവരുടെ നേരെ എറിയപ്പെടും. ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഫസ്തഫ്തിഹിം അഹും അശദ്ദു ഖൽഖൻ അമ്മൻ ഖലഖ്ന, അവരോട് ചോദിച്ചു നോക്ക്, ഈ ആകാശങ്ങൾ അടങ്ങി ഉപരിലോകം അടങ്ങി ഈ പ്രപഞ്ച സാകല്യത്തെ സൃഷ്ടിക്കലാണോ, അതല്ല അവരെ ഈ ആളുകളെ ചോദ്യം ഉന്നയിക്കുന്ന ഈ മനുഷ്യരെ സൃഷ്ടിക്കലാണോ വെല്ലുവിളി നിറഞ്ഞത്, കൂടുതൽ പ്രയാസകരമായത് എന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡിങ് ആയ, പ്രാഗൽഭ്യം കൂടുതൽ ആവശ്യമുള്ള കാര്യം ഏതാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് എന്ന് അവരോട് ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അതിനുശേഷം അള്ളാഹു തുടർന്ന് പറയുന്നത്, നിശ്ചയമായിട്ടും മനുഷ്യരെ നാം പശിമയുള്ള ഒട്ടിപ്പിടിക്കുന്ന വിധത്തിലുള്ള കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ വിവിധ തലങ്ങള് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെടുന്നു എന്നതാണ് ഒരു വശത്തുള്ളതെങ്കിൽ, അവര് അള്ളാഹുവിനെ ആ സൃഷ്ടി വൈഭവത്തിന്റെ അടയാളപ്പെടുത്തലുകളെയൊക്കെ, അല്ലെങ്കിൽ അത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒക്കെ പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഏതെങ്കിലും ദൈവിക ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വല്ല ഉത്ബോധനവും നടത്താൻ ശ്രമിച്ചാൽ അവര് യാതൊരു വിധത്തിലും ഉത്ബോധനം ഉൾക്കൊള്ളുകയില്ല. ഒരായത്ത്, ഒരു ദൈവിക ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഒരു ദൈവിക വചനം അവർക്ക് ലഭിക്കുകയാണെങ്കിൽ, കാണാൻ സാധിക്കുകയാണെങ്കിൽ അവരതിനെ പരിഹസിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവർ പറയുന്നത് ഇത് വെറും ആഭിചാരക്രിയ മാത്രമാണ് എന്നാണ്. എന്നിട്ട് ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരായി നിലകൊള്ളുന്നവരായിക്കൊണ്ട് അവർ ചോദിക്കുന്നത്, അവരുടെ ചോദ്യം ഇങ്ങനെയാണ്, ഐദാ മിത്ന വകുന്ന തുറാബൻ വഇളാമൻ അഇന്നാ ലമബഊസുൻ, നമ്മൾ മരിച്ചു പോവുകയും മണ്ണടിഞ്ഞ് നമ്മളുടെ എല്ലുകൾ പോലും ദ്രവിച്ച അവസ്ഥയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണോ ഇദ്ദേഹം പറയുന്നത്? ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ പ്രപിതാക്കന്മാരും അങ്ങനെ പണ്ടെന്നോ മരിച്ചുപോയ ആളുകളും ഇതേ വിധത്തിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നോ? അതിനുള്ള ഉത്തരം അള്ളാഹു ഇവിടെ നൽകുകയുണ്ടായി. അത് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഖുൽ നഅം, പറയുക പ്രവാചകരെ, അതെ, വഅൻതും ദാഖിറൂൻ, നിങ്ങളൊക്കെ വിധേയപ്പെട്ട് കീഴടങ്ങിയവരായിട്ട് തന്നെയാണ് ആ നാളില് അള്ളാഹുവിന്റെ മുന്നിൽ ഉണ്ടാവുക. ഈ കൊമ്പ് ഓർക്കുന്ന അല്ലെങ്കിൽ തലയെടുപ്പ് കാണിക്കുന്ന വിധത്തിലൊന്നും ആവില്ല. നിങ്ങളൊക്കെ പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെടുന്നവരായിക്കൊണ്ടായിരിക്കും അന്ന് ഹാജരാക്കപ്പെടുക. ഫൈന്നമാഹിയ സജ്റത്തും വാഹിദ, എന്നിട്ടാണ് തുടർന്ന് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ഈ ആയത്തുകൾ വരുന്നത്. ഈ ഭാഗം അതിന്റെ ആശയം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾ പുനരുത്ഥാന നാളിൽ ദാഹിറൂനായിട്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക, അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടുകൊണ്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞതിന് ശേഷം പറയുന്നത്, എങ്ങനെയാണ് ആ അന്ത്യനാള് അല്ലെങ്കിൽ പുനരുത്ഥാനം സംജാതമാവുക, അത് നടപ്പിലാവുക? അള്ളാഹു അത് സംബന്ധമായി പറയുന്ന ഇതാണ്, ഫഇന്നമാ ഹിയ സജ്റത്തും വാഹിദ, അതൊരു ഒരൊറ്റ ഗർജനം മാത്രമാണ്, ഒരു ഘോര ശബ്ദം മാത്രമാണ്. സൂറത്തിന്റെ തുടക്കത്തിൽ സാജിറാത്ത് എന്ന് കാണാം, ഫസാജിറാത്തി സജ്റ, അത് വിരട്ടുന്നവർ അല്ലെങ്കിൽ ആളുകളെ ഞെട്ടിപ്പിച്ച് കളയുന്നവർ എന്നൊക്കെയുള്ള അർത്ഥം അതിൽ അടങ്ങിയിട്ടുണ്ട്. അതേ വാക്കിൽ നിന്നാണ് ഇവിടെ സജ്റത്ത് എന്നുള്ള വാക്ക് വരുന്നത്. സാജിറാത്ത് എന്നുള്ളത് രണ്ടാമത്തെ ആയത്തിൽ കണ്ടല്ലോ, അതേ പദം അതിന്റെ വേറൊരു രൂപമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫഇന്നമാ ഹിയ സജ്റത്തും വാഹിദ, അതൊരു അതിഭയങ്കരമായ ഞെട്ടിക്കലാണ്, അങ്ങനെയുള്ള ഒരു ഘോര ഗർജനമാണത്. അത് മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു
ആളുകളിൽ ഉൾക്കിടിലമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ശബ്ദം. അതാണ് ഫൈന്നമാ ഹിയ സജറത്തും വാഹിദ ഫൈദാഹും യൻളുറൂൻ. അപ്പോഴതാ അവര് എല്ലാം കാണുന്നവരായി രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ അവർ നിഷേധിച്ചു കൊണ്ടിരുന്ന ഐഹിക ലോകത്ത്, ഐഹിക കാലഘട്ടത്തില് എന്തൊക്കെ കാര്യങ്ങളെയാണോ അവര് പാരത്രിക ജീവിതവുമായി പുനരുത്ഥാനത്തെ സംബന്ധിച്ച് ഒക്കെ നിഷേധിച്ചു കൊണ്ടിരുന്നത്, അതൊക്കെയും സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നവരായിട്ട് അവര് രംഗത്തെത്തിയിട്ടുണ്ടാവും. ഒരൊറ്റ ശബ്ദം മാത്രം, ഫൈന്നമാഹിയ സജറത്തും വാഹിദ. അത് ഒരു സജറത്ത് മാത്രമാണ്, ഒരു ഘോരഗർജനം എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മളുടെ അപ്രോക്സിമേഷൻ ആണ്. അറബി ഭാഷയിൽ ആ പദം നമ്മളിൽ ഒരു ഞെട്ടലുണ്ടാക്കുന്ന, നമ്മളെ പെട്ടെന്നൊന്ന് ഞെട്ടി ഉണരാൻ കാരണമാക്കുന്ന ഒരു ഇടപെടൽ, ഒരു ശബ്ദം, ഇത്രയൊക്കെ അതിന്റെ സൂചനയുള്ളൂ. ഘോരഗർജനെന്നോ അതുപോലെയുള്ള ശബ്ദങ്ങൾ, വ്യത്യസ്തമായ പദങ്ങളൊക്കെ ട്രാൻസ്ലേഷൻസിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഈ സജറത്ത് എന്ന വാക്കിന്റെ ആശയം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു അപ്രോക്സിമേഷൻ മാത്രമായിട്ടേ കാണണ്ടുള്ളൂ. ഫൈന്നമാ ഹിയ സജറത്തും വാഹിദ, അതൊരൊറ്റ ഗർജനം, ഒരൊറ്റ ഒരു ഭയങ്കരമായ ഞെട്ടലുളവാക്കുന്ന ഒരു ശബ്ദം മാത്രമാണത്. ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അള്ളാഹു കുറെ കാലം ഇരുന്ന് പണിയെടുത്ത് ഓരോരുത്തരെ ഉണ്ടാക്കി പിന്നെ അവരിൽ ആത്മാവ് ഊതുന്ന ഒരു പ്രക്രിയ അല്ല. ഓരോരുത്തരെയും രൂപം ഉണ്ടാക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ലബോറട്ടറികളിൽ ഈ DNA വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ വല്ല ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും മണ്ണില് കിടക്കുന്നതിൽ നിന്ന് എടുത്ത് ഓരോന്നിനെയും ഡെവലപ്പ് ചെയ്തെടുക്കണം, അങ്ങനത്തെ ഒന്നും പരിപാടിയൊന്നും ആവശ്യമില്ല. ഒരൊറ്റ വിളി, ആ വിളിയെ വേണ്ടതുള്ളൂ. അതോടെ സംഭവിക്കുന്ന പിന്നെ എങ്ങനെയാണ്? ഫൈദാഹും യൻളുറൂൻ, അവരത് കണ്ടുകൊണ്ടിരിക്കുന്നു, കാണുന്നവരായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ കാണുന്നത് എന്താണ്? അടിസ്ഥാനപരമായി ഈ നിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കാര്യമാണിത് എന്നതുകൊണ്ട് തന്നെ നിഷേധികൾ മുഖ്യമായും നിഷേധിച്ചിരുന്നത് പുനരുത്ഥാനത്തെയാണ്, പാരത്രിക ജീവിതത്തെയാണ്. പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്നൊരു സംഗതി ഉണ്ടാവുകയില്ല എന്നാണ് അവര് വിശ്വസിച്ചിരുന്നതും അവര് വീറോടുകൂടി അങ്ങനെ ഒരു കാര്യമാണ് തർക്കിച്ചുകൊണ്ടിരുന്നത്, വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അവരേതൊന്നിനെയാണോ നിഷേധിച്ചുകൊണ്ടിരുന്നത് ആ സംഗതികളെ നേരിട്ട് കാണുന്നവരായിട്ട് അവരതാ ഹാജരായിരിക്കുന്നു. ഇതാണ് അല്ലാഹു ഇവിടെ പറയുന്ന കാര്യം. ഫൈന്നമാ ഹിയ സജറത്തും വാഹിദ ഫൈദാഹും യൻളുറൂൻ. അതൊരൊറ്റ വിളിയാണ്, ഒരൊറ്റ ഗർജനമാണ്, ഒരൊറ്റ ഞെട്ടിപ്പിക്കുന്ന ശബ്ദം മാത്രമാണ്. അപ്പോഴതാ അവരെല്ലാം കാണുന്നവരായി രംഗത്തെത്തിയിരിക്കുന്നു. അവരുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് അവരിപ്പോ നോക്കി കാണുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ഏതൊരു സംഗതിയാണോ അവര് നേരത്തെ ഐഹിക ലോകത്തെ ജീവിത കാലഘട്ടത്തില് ആവേശപൂർവ്വം നിഷേധിച്ചു കൊണ്ടിരുന്നത്, ആ ഒരു യാഥാർത്ഥ്യം അവരിപ്പോ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുന്നവരായി രംഗത്തെത്തിയിരിക്കുന്നു. ഒരൊറ്റ വിളി മാത്രമേ വേണ്ടതുള്ളൂ. എന്നിട്ട് വഖാലു, അപ്പോ വലിയ തിരിച്ചറിവോടുകൂടി അവർ പറയുന്ന കാര്യം ഇതാണ്: യാ വൈലന, നാശമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാശം എന്ന് പറഞ്ഞുകൊണ്ട്, ഹാദാ യൗമുദ്ദീൻ, ഇത് വിധി തീർപ്പിന്റെ നാളാണല്ലോ, പ്രതിഫലം നൽകപ്പെടുന്ന നാളാണല്ലോ ഇത് എന്നാണ് അവർ അന്നേരം പറയുക. പ്രതിഫല ദിനത്തെ കുറിച്ച് നേരത്തെ നമുക്ക് ചിലരൊക്കെ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അതല്ലേ ഈ വന്നിരിക്കുന്നത്, ഈ ആഗതമായിരിക്കുന്നത്? ഇതാണ് ഒരു ഞെട്ടലോടുകൂടി ആ ആളുകള് ആ സന്ദർഭത്തിൽ പറയാം. ഖാലു വഖാലു യാ വൈലന, അതാണ് ആദ്യം പറയുന്നത്. യാ വൈലന, അത് അറബിയിലുള്ള ഒരു പ്രയോഗം, ഖുർആൻ ആവർത്തിച്ച് പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. അത് നമുക്ക് മലയാളത്തിൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, യാ വൈലന എന്ന് പറയുന്നത്. എന്തായാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
സ്വന്തം ഡാമിനേഷൻ, സ്വന്തം നാശം സംഭവിക്കുന്നതിനെ അവർ തിരിച്ചറിയണം. അതിഭീകരമായ ഒരു ഡാമിനേഷൻ അവർക്ക് സംഭവിക്കുന്നു എന്നത് അവർ ഉൾക്കൊള്ളുകയാണ്. ആ ഞെട്ടലോടുകൂടി ആദ്യം അവര് അത് അംഗീകരിച്ച് പറയുകയാണ്. അല്പനേരം ആലോചിച്ച് പറയണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ സമയമെടുത്തുകൊണ്ടൊന്നുള്ള ഒരു റെസ്പോൺസ് അല്ല അത്. ആ കണ്ട ഉടനെ അവർക്ക് അത് ബോധ്യപ്പെടുകയാണ്. കാരണം ദീർഘമായൊരു കാലം അവർ ഭൂമുഖത്തുണ്ടായിരുന്നപ്പോ ആ ഒരു സംഗതിയെ ആവർത്തിച്ച് നിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസാക്ഷി അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ എന്ന് ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ടും അതിനു വേണ്ട പരിഗണന കൊടുക്കാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകള് പുനരുത്ഥാന ഘട്ടത്തില് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ആ അനുഭവത്തിലേക്ക് അങ്ങ് എത്തുമ്പോ ഒരു മടിയുമില്ലാതെ വിളിച്ചു പറയുകയാണ് യാ വൈലന എന്ന് പറഞ്ഞുകൊണ്ട് ഹാദാ യൗമുദ്ദീൻ എന്ന് അംഗീകരിച്ച് പറയുകയാണ്. ഹാദാ യൗമുദ്ദീൻ, ഇത് യൗമുദ്ദീൻ, ദീനിന്റെ കാര്യങ്ങൾ പുലരുന്ന ദിവസമാണ്. ദൈവിക വ്യവസ്ഥ അതിന്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കപ്പെടുന്ന ദിവസമാണ്. ദൈവികമായ താക്കീത് അല്ലെങ്കിൽ മുന്നറിയിപ്പ് അത് സത്യമായി പുലരുന്ന ദിവസമാണിത്. ഹാദാ യൗമുദ്ദീൻ. ഇത് ഈ ലാലിമുകളായ അല്ലെങ്കിൽ കുഫാറുകളായ ആളുകള് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ആ വേളയില് കാര്യങ്ങളെ കണ്ട ഉടനെ ആ തിരിച്ചറിവ് ഉണ്ടാകുന്ന ആ നിമിഷത്തില് അവരറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഹാദാ യൗമുദ്ദീൻ. കാരണം അവര് നിരന്തരമായി അതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് യാഥാർത്ഥ്യമായി കൺമുന്നില് പുലരുന്നതാണ് അവർ കാണുന്നത്. ഉടനെ അത് അറിയാതെ അംഗീകരിച്ച് പറഞ്ഞു പോവുകയാണ് ഹാദാ യൗമുദ്ദീൻ. അവര് യൗമുദ്ദീൻ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നേരത്തെ വിശ്വാസമുള്ളവരായിരുന്നില്ല, ദീനിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ദൈവിക വ്യവസ്ഥിതിയുടെ ആ നിശ്ചയിക്കപ്പെട്ട പുനരുത്ഥാന നാള് യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നതിനെ അവർക്ക് അംഗീകരിക്കുകയല്ലാത്ത വേറെ വഴിയൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പറയുന്നതൊന്നുമല്ല, പക്ഷെ അങ്ങനെ പറയല്ലാതെ അവർക്ക് മറ്റൊരു ആലോചന പോലും മനസ്സിൽ വരികയില്ല. അതാണ് ആ സന്ദർഭത്തിന്റെ പ്രത്യേകത. തുടർന്ന് ഹാദാ യൗമുൽ ഫസ്ൽ, ഇതാണ് വേർതിരിവുണ്ടാക്കുന്ന നാള്, അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന ദിവസം. ശരിയായ യാഥാർത്ഥ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലക്കൊണ്ട ആളുകൾ ആരായിരുന്നു, മിഥ്യയെ പിൻപറ്റിയിരുന്നത് ആരായിരുന്നു എന്നൊക്കെ വേർതിരിക്കപ്പെടുന്ന ദിവസം. ശരിയായ നിലപാട് പിന്തുടർന്നവരാര്, ശരിയായ നയങ്ങൾ സ്വീകരിച്ചിരുന്നവരാര്, തെറ്റായ മാർഗം സ്വീകരിച്ചിരുന്നവരാര് എന്നൊക്കെയുള്ള വിധത്തില് വേർതിരിവുണ്ടാക്കപ്പെടുന്ന ഒരു നാളാണ്. ഇനി അതല്ലെങ്കിൽ വിധി തീർപ്പിന്റെ നാളാണ്. വിജയി ആര്, പരാജിതനാര് എന്നതൊക്കെ തീരുമാനിക്കപ്പെടുന്ന ദൈവിക വിധി തീർപ്പ് ഉണ്ടാവേണ്ട നാളാണിത്. ഹാദാ യൗമുൽ ഫസ്ൽ അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്ന ആ യൗമുൽ ഫസ്ലാണിത് എന്നാണ് അവരോട് പറയപ്പെടുന്നത്. ആരാണിത് പറയുന്നത്? ഇങ്ങനെ ഒരു ശബ്ദം, ഇങ്ങനെ ഒരു കാര്യം അവരോട് വിളിച്ചു പറയുന്നത് അവർ കേൾക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് തന്നെ അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹാദാ യൗമുദ്ദീൻ. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അവര് തന്നെ സ്വന്തം വായകൾ കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് നേരത്തെ. ഇപ്പോ അവര് ഒരു അശരീരിയായിട്ട് കേൾക്കുന്ന കാര്യം ഇതാണ്. അതൊന്നുകിൽ അവരുടെ തന്നെ മനസാക്ഷി സമ്മതിച്ചു അവരോട് തന്നെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാവാം, മലക്കുകൾ അവരോട് പറയുന്നതാവാം, ആ ചുറ്റുപാടുകൾ അവരോട് വിളിച്ചു പറയുന്നതാവാം, പടച്ച തമ്പുരാൻ ചെയ്ത ഒരു സംവിധാനം അനുസരിച്ച് അവരെ കേൾപ്പിക്കപ്പെടുന്നതാവാം. എന്തായാലും ഇങ്ങനെ ഒരു പ്രസ്താവന അവർ കേൾപ്പിക്കപ്പെടുകയാണ്. ഹാദാ യൗമുൽ ഫസ്ൽ, കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന നാളാണിത്. അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, അങ്ങനെ ഒരു സംഗതിയെ നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ.
നിങ്ങൾ ഏതൊരു വിധി തീർപ്പിന്റെ നാളിനെയാണോ നിഷേധിച്ചുകൊണ്ട് ഇരുന്നത്, ആ നാളാണ് ഈ സംജാതമായിരിക്കുന്നത് എന്നാണ് അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. അവരെ കേൾപ്പിക്കപ്പെടുന്ന കാര്യം അതാണ്. അപ്പൊ ഇത് പറഞ്ഞതാര് എന്നത് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നില്ല. ഇതുപോലെയുള്ള ധാരാളം സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അത് നമ്മൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് അല്ലാഹു. അത് പറഞ്ഞില്ല, ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞില്ല എന്ന് കരുതി യാതൊരു പ്രശ്നവുമില്ല. അതിന്റെ വിവിധ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് മനനം ചെയ്യാൻ, തദബ്ബുർ ചെയ്യാൻ അള്ളാഹു നമുക്കൊരിടം വിട്ടു തന്നിരിക്കുകയാണ് അവിടെ. ഒന്നുകിൽ അള്ളാഹു പറഞ്ഞതായിരിക്കാം, അള്ളാഹു ചുമതലപ്പെടുത്തിയ മലക്കുകൾ പറഞ്ഞതായിരിക്കാം, ആ ചുറ്റുപാടിൽ അവര് കേൾക്കുന്ന ഒരു ശബ്ദമാവാം, അവരുടെ തന്നെ മനസാക്ഷി അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാവാം, ആ ചുറ്റുപാടുകൾ അവരെ കേൾപ്പിക്കുന്ന ഒരു സംഗതിയാവാം. എന്തായാലും അവര് ഈ ഒരു വാചകം കേൾക്കുന്നുണ്ട്. ഹാദാ യൗമുൽ ഫസ്ൽ അല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ. നിങ്ങൾ ഏതൊരു വിധി തീർപ്പിന്റെ നാളിനെയാണോ നിഷേധിച്ചു കൊണ്ടിരുന്നത്, ആ നാളാണ് ഈ വന്നിരിക്കുന്നത് എന്നാണ് അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നത്. എന്നിട്ട് ഉഹ്ശുറുൽ ലദീന ളലമു വ അസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ന് പറഞ്ഞ മലക്കുകൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണത്. ഉഹ്ശുറു, അങ്ങനെ ഒരു ആജ്ഞാപനം വരികയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, ഒരു നിർദ്ദേശം, ഒരു കൽപ്പന. എന്താണ് ആ കൽപ്പനയുടെ പൊരുള്? ഒരുമിച്ച് കൂട്ടുക എന്നാണ് പറയുന്നത്. ഉഹ്ശുറു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. അതിൽ നിന്നാണ് മഹ്ശർ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഉഹ്ശുർ, ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി എന്നാണ്. ഇവിടെ ഒരുമിച്ച് കൂട്ടുക. ആരെയാണ് ഒരുമിച്ച് കൂട്ടേണ്ടത്? അള്ളാഹു നിർദ്ദേശം നൽകുകയാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ. അല്ലദീന ളലമു, അക്രമകാരികളെ, ധിക്കാരികളും ആത്മദ്രോഹികളും ഒക്കെയായി ജീവിച്ചിരുന്ന ആളുകൾ. അവര് പ്രാഥമികമായിട്ട് അവരോട് തന്നെ അക്രമം ചെയ്തവരാണ്. അവരുടെ സ്രഷ്ടാവായ റബ്ബിനോട് അക്രമം ചെയ്തവരാണ്. പ്രവാചകന്മാരോട് അക്രമം ചെയ്തവരാണ്. അവരോട് ഗുണകാംക്ഷ കാണിച്ചിരുന്ന സകല മനുഷ്യരോടും അക്രമം ചെയ്തവരാണ്. പ്രപഞ്ചത്തോടും ചുറ്റുപാടിനോടും ഒക്കെ തന്നെ അക്രമം ചെയ്തുകൊണ്ടാണ് അവര് ഭൂമുഖത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ആളുകളെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാതെ പ്രകൃതി വിരുദ്ധമായ ഒരു ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മനുഷ്യപ്രകൃതത്തിനോട് തന്നെ അക്രമം ചെയ്ത ആളുകളാണ് അവർ. അത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടാനാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. മലക്കുകൾക്കുള്ള ഒരു നിർദ്ദേശമായിരിക്കും ഇത്. അതും അള്ളാഹു ഇവിടെ പറയുന്നില്ല, നമ്മുടെ ആലോചനക്കും ഭാവനക്കും ഒക്കെ വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ് അള്ളാഹു. ആരാണ് ഒരുമിച്ച് കൂട്ടുക? ആർക്കാണ് ഈ നിർദ്ദേശം? ഇതൊന്നും പറയേണ്ടതില്ല, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകും. ഇതാണ് അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടാകും, അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്യും. ആ കൽപ്പന ഇതാണ്: ഉഹ്ശുറുൽ ലദീന ളലമു വ അസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ. 3 കൂട്ടരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഇവിടെ നിർദ്ദേശം. ഒന്ന്, ഈ ളാലിമുകളെ, അതിക്രമകാരികളെ. രണ്ടാമത്തത് അസ്വാജഹും, അവരുടെ അസ്വാജുകളെ. മൂന്നാമത്തത് വമാ കാനൂ യഅ്ബുദൂൻ, അവര് ആരെയാണോ ആരാധിച്ചു കൊണ്ടിരുന്നത് അവയെയും. ഈ 3 കൂട്ടരെയും ഒരുമിച്ച് കൂട്ടാനാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ലാലിമുകള്, അവര് ലാലിമുകളായിരുന്നത് കൊണ്ടാണ് ഒരുമിച്ച് കൂട്ടുന്നത്. രണ്ടാമത് പറയുന്നത് അവരുടെ അസ്വാജിനെയാണ്. അസ്വാജ് എന്നത് മറ്റു പല സന്ദർഭങ്ങളിലും നമ്മൾ അവരുടെ ഇണകൾ എന്ന നിലക്കാണ് മനസ്സിലാക്കാറുള്ളത്. മിക്ക ഘട്ടങ്ങളിലും അല്ലെങ്കിൽ മിക്ക ഉദാഹരണങ്ങളിലും ലാലിമുകളുടെ പത്നിമാര് അതേപോലെയുള്ള ദുൽമിനെ പിന്തുണച്ചുകൊണ്ട് കൂടുന്ന, അവരോടൊപ്പം അക്രമ മാർഗത്തില് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവല്. വ്യത്യസ്തമായിട്ട് ചരിത്രത്തില് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട്. നമുക്ക് അങ്ങനെ കാണാം. ഫിറൗൻ, അതിന്റെ കാര്യത്തില് ഫിറൗന്റെ പത്നി ഫിറൗന്റെ അതിക്രമങ്ങളെ പിന്തുണക്കുന്ന ആളായിരുന്നില്ല, അള്ളാഹുവിലേക്ക്
വലിയ പ്രാർത്ഥനകളും തേട്ടമൊക്കെ നടത്തിയ വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ നൂഹ് അലൈഹിസ്സലാമിന്റെ ആ സത്യമാർഗത്തില്, അതുപോലെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ മാർഗത്തില് ഒന്നും അവരുടെ ഇണകള് അവർക്ക് തുണ നൽകിക്കൊണ്ട് അവരോടൊപ്പം അവരുടെ ആദർശപാതയിൽ നിലകൊള്ളുന്നവരായിട്ടല്ല നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അസ്വാജ് എന്നതല്ല ഇപ്പോഴും ഈ അവരുടെ ഭർത്താക്കന്മാരോടോ അല്ലെങ്കിൽ ഭാര്യമാരോടോ എല്ലാ കാര്യങ്ങളിലും യോജിച്ച് നിൽക്കുന്നവരാവണമെന്നില്ല. മറിച്ച് ഈ ലാലിമുകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒന്നുകിൽ അവരുടെ ഇണകൾ, അതല്ലെങ്കിൽ അവരുടെ നിലപാടുകളിലും പ്രവർത്തനങ്ങളിലൊക്കെ പിന്തുണച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും കൂട്ടുകാരും അനുയായികളും ഒക്കെ ഇതൊക്കെ ആവാം. ഇതൊക്കെയാണ് അതിന്റെ സൂചന എന്നത് നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇണകളും ആവാം, എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ഉഷ്റുല്ലദീന ലൊലമു വാസുവാജുക്കും, ലാലിമുകളെയും അവരുടെ അസ്വാജിനെയും അവരുടെ കൂട്ടാളികളെയും വമാഖാനു യഅ്ബുദൂൻ അവരെ ആരാധിച്ചു കൊണ്ടിരുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഇവിടെ നിർദ്ദേശം. ഇവിടെ ഈ ഒരുമിച്ച് കൂട്ടുന്ന അവരുടെ ആരാധ്യന്മാര് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഈ രണ്ട് വിഭാഗമുണ്ട് എന്ന് കാണാൻ കഴിയും. ഈ രണ്ട് വിഭാഗവും അല്ലാത്ത മൂന്നാമത്തെ ഒരു വിഭാഗവും ഉണ്ട്. നമുക്കതിലേക്ക് വരാം. അതിന്റെ മുമ്പ് ഈ രണ്ട് വിഭാഗം, ഒന്ന് താൻ ആരാധിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളെ അതിന് പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരുടെ ആരാധ്യനായിട്ട് മാറാൻ, അങ്ങനെ അവരുടെ മേൽ വലിയ അധീശത്വവും അധികാരവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന, വലിയ പവർ ഉണ്ടായിരുന്ന തരം ആളുകൾ. ഒരു ഉദാഹരണം ഫിറഔൻ, അന റബ്ബുക്കുമുൽ അഅല എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്വാനാണ് അയാൾ. അപ്പൊ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും പരമോന്നതനായ ദൈവം, അല്ലെ പരമോന്നതനായ നാഥൻ എന്നൊക്കെ, ഉടമസ്ഥൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾ. ഇതുപോലെ എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇവര് മഅബൂദായിട്ട് മനസ്സിലാക്കാം നമുക്ക് ഇവരെ, ആരാധിക്കപ്പെടുന്നവർ, ഈ ആളുകൾ ആരാധിച്ചിരുന്നവർ. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തത് ആരാധിക്കാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഇവര് പലരെയും ആരാധ്യന്മാരായി സ്വീകരിച്ചു കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് അത്തരമുള്ള വിഗ്രഹങ്ങള്, രൂപങ്ങള്, അതുപോലെയുള്ള സംഗതികൾ ആരാധനാപാത്രങ്ങളായിട്ട് ഈ മുശ്രിക്കുകൾ സ്വീകരിച്ചിരുന്ന തരം ശക്തികളോ സംഗതികളോ ഒക്കെ തന്നെ, ജിന്നുകള്, അതുപോലെ ഇവര്, അങ്ങനെയുള്ള പല സംഗതികൾ ഇവിടെ ആരാധനാ പാത്രങ്ങളായിട്ടുണ്ടായിരുന്ന ചില സംഗതികൾ, മുഖ്യമായിട്ടും വിഗ്രഹങ്ങളാണ്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ഈ രണ്ട് വിഭാഗത്തോടും ഈ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവര് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലക്കൊണ്ടവരും അള്ളാഹുവിന്റെ ഏകത്വത്തില് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് വരാൻ വേണ്ടി ജനങ്ങളെ നിരന്തരം ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്ന ദൈവിക പ്രവാചകന്മാരുണ്ട്, പ്രവാചകന്മാരുടെ പിന്മുറക്കാരുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അപ്പോ ഉദാഹരണത്തിന് ഈസാ അലൈഹിസ്സലാം ഒരിക്കലും തന്നെ ആരാധിക്കപ്പെടണമെന്ന് ഈസാ അലൈഹിസ്സലാം ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കോടിക്കണക്കിന് മനുഷ്യര് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പൊ ഈ ആളുകള് ആരാധിക്കപ്പെട്ടിരുന്ന, ആവശ്യപ്പെടാതെ തന്നെ, അവരംഗീകരിക്കാതെ തന്നെ അവരെ ആരാധ്യന്മാരാക്കി ഒരു സമൂഹം കൊണ്ട് നടക്കുകയാണല്ലോ. അവരുടെ കാര്യത്തില് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ എന്താണ് ഉണ്ടാവുക എന്നത് ഈ ആരാധ്യന്മാരായി വാഴിക്കപ്പെട്ടിരുന്നവര് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അവരത് ഡിസോൺ ചെയ്യും. ഞങ്ങളത് അറിയില്ല, ഞങ്ങളത് പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളുടെ കാലശേഷം ഉണ്ടായത് എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങളെക്കാൾ നിനക്ക് തന്നെയാണല്ലോ നന്നായി അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാം അത് കൈയൊഴിയുന്ന ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഇത്തരം ആരാധിക്കപ്പെടുന്ന, ആവശ്യപ്പെടാതെയോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാതെയോ തന്നെ അവരെ ആരാധിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെ ഔലിയാക്കന്മാര്
ആ വിധത്തിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥകള്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഗണത്തിൽ തന്നെ നമ്മൾ കാണേണ്ടി വരും. അപ്പൊ ഈ മൂന്നാമത്തെ വിഭാഗം എന്നത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരല്ല. അവരെ അന്യായമായിട്ട് ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ കാര്യം വ്യക്തമാക്കപ്പെടുന്ന ഒരു രംഗം അന്ത്യനാളില് സംജാതമാകും എന്നതല്ലാതെ അതിന് അവർ ഉത്തരവാദികളാവില്ല. ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗം ഈ ലാലിമുകളോടൊപ്പം ഒരുമിച്ച് കൂട്ടണം എന്നാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ യശ്റുല്ലദീന ളലമു വഅസ്വാജഹും വമാ കാനൂ യഅ്ബുദൂൻ, അവരെ ആരാധിച്ചിരുന്നവരെയും. അപ്പോ മൂന്ന് വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടാനാണ് ഇവിടെ പറയുന്നത്. വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ല, ആ പ്രയോഗത്തിന്റെ തുടർച്ച അടുത്ത ആയത്തിലാണുള്ളത്. അള്ളാഹുവിന് പുറമെ അവര് ഇബാദത്ത് ചെയ്തിരുന്ന ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെയൊക്കെയും ഒരുമിച്ച് കൂട്ടാൻ. ഫഹ്ദൂഹും, എന്നിട്ട് അവരെ നയിക്കുക, അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക. ഇലാ സിറാത്തുൽ ജഹീം, നരകത്തിന്റെ വഴിയിലേക്ക്. ഇതാണ് അള്ളാഹു അവിടെ നൽകുന്ന നിർദ്ദേശം. അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കാൻ സജ്ജരായി നിൽക്കുന്ന മലക്കുകളോടാണ് ഈ നിർദ്ദേശം എന്ന് മനസ്സിലാക്കാം. അതിവിടെ പറയുന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നൽകപ്പെടുന്ന നിർദ്ദേശം ഈ ലാലിമുകളെ, അവരുടെ കൂട്ടാളികളെ, അവര് ആരെയൊക്കെയാണോ ആരാധിച്ചിരുന്നത് ഇവരെയൊക്കെയും തന്നെ നരകത്തിന്റെ വഴിയിലേക്ക് തെളിച്ചു കൊണ്ടുപോവുക എന്നതാണ് മലക്കുകൾക്ക് നൽകപ്പെടുന്ന നിർദ്ദേശം. എന്നിട്ട് അള്ളാഹു ഒരു കൽപ്പന നൽകി കഴിഞ്ഞാൽ അത് ഉടനെ നടപ്പിലാക്കപ്പെടുകയാണ്. മലക്കുകൾ അതിന് സജ്ജരായി കാത്തു നിൽക്കുകയാണല്ലോ. അങ്ങനെ ഈ വിഭാഗങ്ങളെ തെളിച്ചുകൊണ്ട് മലക്കുകള് നരകത്തിന്റെ ദിശയിലേക്ക് നീങ്ങുമ്പോ അള്ളാഹു നൽകുന്ന ഒരു നിർദ്ദേശമാണ് അടുത്ത ആയത്തിൽ. വഖിഫൂഹും, നിങ്ങളൊന്ന് അവരെ നിർത്തൂ, അങ്ങനെ ധൃതിയിൽ പൊയ്ക്കളയല്ലേ, അവരെ ഒന്ന് അല്പം അവിടെ തങ്ങാൻ അവിടെ ഒന്ന് തടഞ്ഞു നിർത്തൂ എന്നാണ് പറയുന്നത്. ഇന്നഹും മസ്ഊലൂൻ, അവര് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ചില ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കാനുണ്ട്, ചില കാര്യങ്ങളൊക്കെ അവരോട് തിരക്കാനുണ്ട്. അതുകൊണ്ട് അവരെ ഒന്ന് തടഞ്ഞു നിർത്തൂ അല്പനേരത്തേക്ക് എന്ന് അള്ളാഹു മലക്കുകൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് ഈ ആയത്തില് അള്ളാഹു പറയുന്നത്. ഇതിന്റെ ബാക്കി ഭാഗം തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. നമുക്ക് ആ ആയത്തുകൾ കൂടി മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പൊതുവായ വല്ല കാര്യങ്ങളും ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ മലക്കുകൾ ഈ നിർദ്ദേശം ലഭിക്കുന്നതോടെ തന്നെ ഉടനെ അവര് ഈ മൂന്ന് വിഭാഗത്തിനെയും തെളിച്ചുകൊണ്ട് നരകത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അപ്പൊ അള്ളാഹു അവർക്ക് നൽകുന്ന നിർദ്ദേശം വഖിഫൂഹും, നിങ്ങൾ അവരെ ഒന്ന് നിർത്തൂ, അവരെ ഒന്ന് തടഞ്ഞു നിർത്തൂ അല്പനേരത്തേക്ക്. ഇന്നഹും മസ്ഊലൂൻ, അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇന്നഹും മസ്ഊലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്നാണ് ഇവിടെ പ്രയോഗം. പക്ഷെ അതിന്റെ സൂചന എങ്ങനെയാണ്? അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നിങ്ങൾ അവരെ ധൃതിയിൽ അങ്ങ് കൊണ്ടുപോകല്ലേ. ഇന്നഹും മസ്ഊലൂൻ, ചില ചോദ്യങ്ങളൊക്കെ അവരുടെ നേരെ വരാനുണ്ട്. ഇതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സോഫാത്തിലെ 19 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഈ വേദിയിൽ ബന്ധപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു യങ് കപ്പിൾ, യുവതിയും യുവാവുമായ ഒരു കപ്പിള് ഒരു വാഹനാപകടത്തിൽ കഴിഞ്ഞ ദിവസം മൃതിയടഞ്ഞതായിട്ട് നമ്മൾ അറിയുകയുണ്ടായി. അള്ളാഹു അവർക്ക് പാരത്രിക ലോകം ഏറ്റവും വിജയകരമാക്കി കൊടുക്കട്ടെ. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ സഹനം നൽകുകയും ചെയ്യുമാറാവട്ടെ. അവർക്ക് ഈ സഹനത്തിന് അള്ളാഹു വർദ്ധിച്ച പ്രതിഫലവും നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.